വെൽക്കം ടു ഡെക്കോർ കാസിൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ഒരു മണ്ണുത്തിയിൽ ഒരു ഫ്ലാറ്റിന്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടിരുന്നു. അപ്പൊ അതിന്റെ ഒരു 80% വർക്കുകളായി. അപ്പൊ അതിന്റെ ഒരു അപ്ഡേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇത് മിനിമം ഒരു 1000-1100 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ മൊത്തം. അതില് 3 ബെഡ്റൂം, ഒരു ഡൈനിങ്, ലിവിങ്, ആ ഒരു ക്ലബ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ മിനിമം ഏരിയയിൽ നമ്മൾ മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ഒരു ഏരിയയാണ് ഇത്. TV യൂണിറ്റ് ആണ് വരുന്നത്. ഇതൊരു ബീം പാനൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ടൈപ്പ് മൈക്കാണ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന് മാച്ച് ചെയ്തിട്ടുള്ള ചാർക്കോൾ പാനലോ WPC പാനലോ നമുക്ക് കിട്ടിയില്ല. അപ്പൊ നമ്മൾ സെയിം ഫിനിഷ് മൈക്ക തന്നെ നമ്മൾ ആ ലൂവർ കൺസെപ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇത് 30 സെന്റിമീറ്ററിൽ ബീഡിങ് വലിച്ചിട്ട് അതിന്റെ ബോത്ത് സൈഡ് ലാമിനേഷൻ ചെയ്തു. മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ട് അതുപോലത്തെ ആ ഒരു സെയിം പാറ്റേണിലേക്ക് നമ്മൾ ഈ ഒരു സെക്ഷനെ കൊണ്ടുവന്നേക്കാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് നമ്മുടെ ഈ ഒരു TV യൂണിറ്റ്. ഇത് TV യൂണിറ്റ് ഒരു സിലിണ്ടറിക് സ്റ്റൈലിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കർവ്ഡ് ആയിട്ട് കൊണ്ടുവന്നേക്കാണ്. ഇതിങ്ങനെ കർവ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ വർക്ക് കൂടുതലാണ്. ഇത് ഫുള്ള് ബെൻഡ് പ്ലൈ വെച്ചിട്ടാണ് നമ്മളിത് കർവ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഫുള്ള് ബോത്ത് സൈഡ് കർവ് ചെയ്തിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇതിൽ വെച്ച് ഇവിടുന്ന് ബെൻഡ് പ്ലൈ വെച്ച് കർവ് ചെയ്ത് മടക്കി അതിന്റെ ബോത്ത് സൈഡ് സെയിം മൈക്ക ലാമിനേഷൻ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു സെക്ഷൻ. ഇതിന്റെ 2 സൈഡും കർവ്ഡാണ്. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മുകളിൽ 2 ലഡ്ജ് കാര്യങ്ങൾ, വാൾ പേപ്പർ കാര്യങ്ങൾ ഇതിലുണ്ടാവും നമുക്ക്. അങ്ങനെയാണ് നമ്മളിവിടെ ഈ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് വരുന്ന ഇവിടുത്തെ ഒരു പ്രയർ യൂണിറ്റ് ആണ്. നമുക്ക് അധികം നമ്മൾ സാധാരണ നോർമൽ വീട് ചെയ്യുന്ന പോലെ അധികം ഏരിയകളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മിനിമൽ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇത് പ്രയർ ഏരിയ വരുന്നത്. അപ്പൊ ഇതിന്റെ അടിയിൽ ബോട്ടർ സൈഡിലാണ് നമുക്ക് സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രയർ യൂണിറ്റ് ഇത്തിരി ഹൈറ്റ് കൂട്ടിയിട്ട് നമ്മൾ കൊടുത്തേക്കണത്. അപ്പൊ ഇതിൽ സെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തട്ടുന്ന കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇതിലും ഇതുപോലെ തന്നെ ലൂവർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ ഫിക്സിങ് കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിൽ ബീഡിങ് കാര്യങ്ങളുണ്ട്. ഇതാണ് ഇതിന്റെ നമ്മള് ബൈബിൾ വെക്കാവുന്ന ഒരു സ്റ്റോറേജ് പോലെ കൊടുത്തിട്ടുള്ളത്. ഇതും ഒരു ഓപ്പൺ സ്റ്റൈലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ലൈറ്റ് കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഇതിൽ ആർക്ക് ഡ്രൈവ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പാസേജ് ഏരിയയിൽ ആർക്ക് ഡ്രൈവ്. പിന്നെ ഇതിലും ഒരു ചെറിയൊരു യൂണിറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് വ്യൂ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേഷൻ ഒരു യൂണിറ്റ് കൂടി ഇതിൽ ആഡ് ചെയ്ത് വരും. ബെഡ്റൂം വരുന്നത്. അപ്പൊ ഇതിൽ മാക്സിമം വാർഡ്രോബ് സ്പേസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 5 ഡോർ വാർഡ്രോബാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ലോഫ്റ്റും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ ലോഫ്റ്റും കൂടി ഫുൾ കവറേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലും ഒരു ഫോൾഡിംഗ് ബ്രാക്കറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ റൈറ്റിംഗ് കാര്യങ്ങൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യാനായിട്ട് ഒരു ഫോൾഡിംഗ് ബ്രാക്കറ്റ് കൂടി ഇതിൽ വരും. അപ്പൊ നമുക്ക് ഇതിന്റെ യൂസേജ് നമുക്ക് മാക്സിമം ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ കോട്ട് കാര്യങ്ങൾ വരുന്നത്. ഇത് കിങ് സൈസ് ആണ്. അത് പ്രോ ലിഫ്റ്റ് ടൈപ്പ് ആണ്. അത് ഫുൾ ഫിനിഷിങ് കഴിയണുള്ളൂ. ഇത് ഫുള്ളി പ്രോ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഹെഡ് പാനൽ വരും. അതിന്റെ 2 സൈഡ് ടേബിൾ, ഇതിൽ വാൾ പേപ്പറാണ് ഇതിൽ വരുന്നത് സംഭവങ്ങൾ തന്നെ. ഇതാണ് നമ്മുടെ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ വരുന്നത്. ഏകദേശം ഈ ഒരു വാർഡ്രോബ് ഫുൾ ഈ ഒരു ബെഡ്റൂം ഫുൾ സൈസ് ആയിട്ട് നമുക്ക് 12x10 ഇതിൽ സൈസ് വരുന്നത്, ഈ ഒരു റൂം വരുന്നത്. അപ്പോൾ ആ ഒരു സൈസിലേക്ക് നമ്മൾ മാക്സിമം ഇത് വാർഡ്രോബ് ആയാലും കോട്ടായാലും ഇപ്പോൾ ഇവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് സ്റ്റോറേജ് സ്പേസ് കുറവായതുകൊണ്ടാണ് നമ്മളിത് പ്രോ ലിഫ്റ്റ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഫുൾ ഫിനിഷിങ് കഴിയണുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത വീഡിയോയിൽ അതിന്റെ ഫുൾ വീഡിയോ നമുക്ക് ഉണ്ടാവും. തന്നെ നമുക്ക് ഇതിനൊരു ചെറിയൊരു യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബുക്ക് ഷെൽഫ് പോലെ, ബുക്ക് ഷെൽഫ് കാര്യങ്ങൾ, മുകളിൽ ബുക്ക് ഷെൽഫ്. അതുപോലെ തന്നെ നമുക്ക് ബേസിക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ ഒരു സ്റ്റോറേജ്. അതായത് മാക്സിമം എല്ലാ സ്പേസും നമ്മൾ ഇതിൽ ഫുൾഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലെ 3 ഡോർ വാർഡ്രോബാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഇത് സ്റ്റഡി ടേബിൾ, അതും ഇത് കർവ് ടൈപ്പ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് പറ്റി ഷാർപ്പ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ കർവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സ്റ്റഡി സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ഇൻബിൽട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതും നെക്സ്റ്റ് കിഡ്സ് റൂമാണ്. ഇതിൽ നമ്മൾ 3 ഡോർ വാർഡ്രോബ്, അതുപോലെ തന്നെ ഇതിൽ ലോഫ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതും നമ്മൾ കിങ് സൈസ് ക്യൂൻ സൈസ് ആണ് ഇത് വരുന്നത്. ഇതിന് സൈഡ് ടേബിളുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും പ്രോ ലിഫ്റ്റിംഗ് ചെയ്യാവുന്ന രീതിയിലാണ്
അതുപോലെ ഇതിന്റെ ബാക്ക് സൈഡ് വാൾപേപ്പർ കാര്യങ്ങൾ വരും. ഈ റൂമിൽ നമ്മളൊരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമ്മള് ലെഗ്സ് ഒന്നും കൊടുക്കാത്ത രീതിയിൽ, നമ്മൾ കട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഗ് കൊടുക്കാണ്ട് ഈ ഒരു വാൾ മൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് പിടിപ്പിച്ചിട്ടുള്ളത്. അതും ഇത് കർവ്ഡ് ആണ്, ഇത് ഫുൾ കർവ് ചെയ്തിട്ടാണ് ഈ ഒരു യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ മുകളിൽ ബുക്സ് കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റും, അതുപോലെ ഇതിൽ നമുക്കൊരു ഓപ്പൺ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ അടിയിൽ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കിച്ചണിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ ക്രോക്കറി കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമ്മൾ പ്രൊഫൈൽ ടൈപ്പ് ആയിട്ടുള്ള ഗ്ലാസ് കാര്യങ്ങൾ, പ്രൊഫൈൽ ടൈപ്പ് ഗ്ലാസ്സുകളാണ് ഇതിൽ വരുന്നത്. ഫ്ലൂട്ടഡ് വരും, പ്രൊഫൈൽ ബീഡിങ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ലൈറ്റ് കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഇതിൽ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇതിൽ നമുക്ക് 2 ഡ്രോ, അതുപോലെ 3 ഡോറ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്ന ഒരു സെക്ഷൻ. അപ്പൊ അത്യാവശ്യം ക്രോക്കറി ഷെൽഫിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ നമുക്കൊരു ആർക്കിട്രൈ പോലെ വരുന്നുണ്ട്, കർട്ടൻ പെൽമെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊരു സ്ലൈഡിംഗ് ഡോറാണ് ഇതിൽ വരുന്നത്. അപ്പൊ നമുക്ക് സ്മെല്ല് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിലൊരു സ്ലൈഡിംഗ് ഡോറും കൂടി നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലാണ് നമുക്ക് സിങ്ക് വരുന്നത്. അതുപോലെ തന്നെ അപ്പൊ സിങ്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പാത്രം വാഷ് ചെയ്ത് വെക്കാനും അതിനുള്ള സ്പേസുകൾ നമ്മൾ ഇതിൽ മാക്സിമം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആക്സറീസ് വെക്കാവുന്ന GTPT കാര്യങ്ങൾ, പിന്നെ ഇതിലും ഈ പ്രോലിഫ്റ്റ് വെച്ചിട്ടുള്ള 2 ആക്സറീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ കർവ്ഡ് ആണ്. ഇത് ഷാർപ്പായി വന്നു കഴിഞ്ഞാൽ നമുക്ക് പാസേജ് വരുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്, നമുക്ക് മുട്ടും എന്നുള്ളൊരു ടെൻഷൻ ആയിരിക്കും, പിന്നെ ഒരു ഫിനിഷിങ് കിട്ടില്ല നമുക്ക്. അപ്പൊ നമ്മൾ ഇതൊരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ട്രാക്കാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഷോപ്പീസ് വെക്കാവുന്ന രീതിയിൽ ഒരു അറേഞ്ച്മെന്റ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് L ടൈപ്പിൽ നമ്മൾ വാൾ യൂണിറ്റ്, ഇതിൽ ഹുഡ് ഹോബ് കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഇതിലൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ നമ്മൾ ഇവിടെ ഹുഡ് ഹോബ് വരുമ്പോൾ അതിന്റെ ഔട്ട് പോകാനുള്ള പൈപ്പാണ് നമ്മളിപ്പോ ഇതിൽ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുള്ള് ക്ലോസ് ചെയ്യും. ഫ്രെയിം വിത്ത് ഡോർ കൊടുത്ത് നമ്മളത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവത്തിൽ കാണില്ല. അപ്പൊ സർവീസോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റോറേജ് വെക്കാം. അപ്പൊ നമുക്ക് ഇത് എല്ലാ ഫ്ലാറ്റുകളിലും വരുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ് ഈ ഒരു സംഭവം. ഇതിൽ ഡസ്റ്റിന്റെ കളക്ടർ വിടാനായിട്ടുള്ള സ്പേസ് എല്ലാം അവിടെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളത് ഇങ്ങനെ വെച്ച് ഡോർ വെച്ച് കൊടുത്താൽ ഫുൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ കവേർഡ് ആയിട്ട് പോകും. അതുപോലെ തന്നെ ഇതിൽ ചിമ്മിണി ഹുഡ് ഹോബ് വരുന്നു. ഇതിൽ നമുക്ക് 3 ആക്സറീസ് വരും. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലാണ് നമുക്ക് ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ ഫ്രിഡ്ജ്, പിന്നെ ഇതിൽ നമുക്ക് മോപ്പ് സാധനങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ ഒരു യൂണിറ്റ് കൂടിയും ഇതിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും.